ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് 24/10/2022, അപ്പം തിങ്കളാഴ്ചയാണ്. അപ്പം നമ്മളുടെ പ്രൈസ് ഇതെന്താണ് വരച്ച് വെച്ചേക്കുന്നത്? ഇതൊരു ഓബി വരച്ച് വെച്ചേക്കും കേട്ടോ. ഇതൊരു 4 hour ഓബിയാണ്. 4 hour ആണോ ഞാൻ വരച്ചേക്കുന്നത്? അതോ അല്ല, ഡെയിലി ആണെന്ന് തോന്നുന്നു. യെസ്, ഒരു ഡെയിലി ഓബിയാണത്. ആ ഓബി കറക്റ്റ് ക്ലിയർ മെഡിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീക്കിൽ. അപ്പം നമ്മളുടെ ഇപ്പോൾ ലിക്വിഡിറ്റീസ് ഫുള്ള് ഗ്രാബ് ചെയ്ത് ബുള്ളിഷ് മൊമെൻ്റ് ആണ്. അപ്പം ഇന്നത്തെ ദിവസമാണ് നമ്മൾ പ്രീവിയസ് ഡേയ്സ് ഹൈസും ഒക്കെ എടുത്തത്. അപ്പം ആ ഹൈസ് എല്ലാം എടുത്ത് നമ്മളുടെ മാർക്കറ്റ് എന്താണ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ താഴേക്ക് വന്ന് വിത്ത് FEG. ഇവിടെ ഒരു FEG ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. 5 minute FEG 5 minute FEG ഉണ്ട്. അപ്പം 5 minute FEG വിത്ത് ബോബി, അത് നമ്മളുടെ ഏഷ്യയാണ് ചെയ്തത്. നമ്മൾ ഏഷ്യ നോക്കാറില്ല. അപ്പം ഏഷ്യയാണ് നമ്മളുടെ ആ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തത്. പിന്നീട് നമ്മുടെ ലണ്ടൻ ഓപ്പൺ ആയത് എവിടെ ഞാൻ കൊടുത്തിട്ടില്ല. ഇപ്പം ലണ്ടൻ ഓപ്പൺ ആയി. പിന്നീട് നമ്മുടെ ലഞ്ച്, പിന്നീട് നമ്മുടെ 7 ന്യൂയോർക്ക്, പിന്നീട് നമ്മളുടെ 8:30. അപ്പം ഈ ഒരു മൂവിലാണ് ഇന്ന് നമ്മളുടെ പരിപാടികളല്ലായിരുന്നു. അപ്പം ഏഷ്യ ഓപ്പണായി. ഏഷ്യ നല്ല ലിക്വിഡിറ്റി എല്ലാം ഗ്രാബ് ചെയ്ത് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ താഴേക്ക് വന്നു. ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ടു ദി ഡൗൺ സൈഡ് വിത്ത് FEG, റൈറ്റ്? അപ്പം ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ടു ഡൗൺ സൈഡ്, ഓക്കെ. അപ്പം FEG താഴേക്ക് അത് മെഡിക്കേറ്റ് ചെയ്തു. പിന്നീട് താഴേക്ക് വന്ന് നമ്മളുടെ ലണ്ടൻ ഓപ്പണായി. നമ്മൾ ഏതൊരു സെക്ഷൻ ഓപ്പൺ ആയാലും നമുക്ക് എന്താണ് വേണ്ടത്? നമുക്കൊരു ലിക്വിഡിറ്റി ഗ്രാബ് വേണം. അതിന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞായിരുന്നെങ്കിൽ ഇതായതിന് കഴിഞ്ഞ വട്ടം ഞാൻ പറയാൻ മറന്നുപോയ ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഞാൻ അതിന് മുന്നത്തെ ഒരു എൻട്രി എടുത്തില്ല എന്നുള്ളത്. കാരണം ഇതാണ്, ഞാൻ വെയിറ്റ് ചെയ്യും. ഞാൻ 3 o'clock വെയിറ്റ് ചെയ്യും. 3 o'clock ആ ഒരു ടൈമിൽ എന്താണ് പ്രൈസ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത്. ഈ 2 to ഇപ്പോൾ ഒരു 1 to 2 നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഒരു 2 to 3 ആ ഒരു റേഞ്ചിൽ എന്താണ് പ്രൈസ് ചെയ്ത് നിൽക്കുന്നതെന്ന് ഞാൻ നോക്കും. വല്ല ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും. ഇതൊരു 2 o'clock നമ്മുടെ ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തത്. ആ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് പിന്നീട് വീണ്ടും അതൊന്നുകൂടെ ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഇത് വീണ്ടും ഗ്രാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ, ഹൈസ് 680 ആണ് ഹൈ വരുന്നത്. ഇത് വരുന്നത് 670. അപ്പം ഒരു ചെറിയൊരു സ്വീപ്പ് കാണുന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ട്രേഡ് എടുക്കാത്തത്. കാരണം ഫേക്ക് ട്രെൻഡാണ്. ഞാൻ ഒരു ദിവസം അത് തെറ്റി എടുത്തിട്ടുണ്ട്. ഞാനത് പറയാൻ വിട്ടുപോയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എപ്പോഴാണ് ട്രേഡ് നോക്കേണ്ടത്. അപ്പം ഈ സമയത്താണ് ഞാൻ ട്രേഡ് നോക്കുന്നത്. ദെൻ പിന്നീടാണ് നമുക്ക് ആ ഒരു ട്രെൻഡ്, ലണ്ടനിൽ തരാൻ പോകുന്ന ട്രെൻഡ് മെയിൻ എപ്പോഴും ഉണ്ടാവുന്നത്. എപ്പോഴും തരണമെന്നില്ല, മനസ്സിലായില്ലേ? എപ്പോഴും ഞാനൊന്നിനും ഗ്യാരണ്ടി പറയില്ല. കാരണം ഞാനല്ലേ ഇത് കൺട്രോൾ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അപ്പം നമ്മളുടെ ലണ്ടൻ അത് താഴേക്ക് ബ്രേക്ക് ചെയ്തു. ഞാൻ എൻട്രീസ് ഒന്നും നോക്കിയില്ല. ഇവിടെ ഒരു എൻട്രി ഉണ്ട്. ഇവിടെ ഒരു ചെറിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാം 5 minute. ഓക്കെ, ലിക്വിഡിറ്റി ഗ്രാബ് വിത്ത് FEG അത് മെഡിക്കേറ്റ് ചെയ്തിട്ട് താഴേക്ക് വീണ്ടും പോയിട്ടുണ്ട്. ഞാനതൊന്നും നോക്കിയിട്ടില്ല, ഞാൻ ട്രേഡേ എടുത്തിട്ടില്ല. അപ്പം ഇതാണ് ഇന്ന് ലണ്ടനിൽ സംഭവിച്ചത്. നമ്മൾ ഏഷ്യക്കകത്തുള്ള കുറേ ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്തു. ബൈ സൈഡ് ലിക്വിഡിറ്റീസ് ഫുള്ള് ഗ്രാബ് ചെയ്തു. പിന്നീട് ആ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സിബി എന്ന് പറയും. സിബി എന്ന് പറയുന്നത് ബിസി ഉണ്ട്, സിബി ഉണ്ട്. സിബി എന്ന് പറയുന്നത് സെൽ സൈഡ് ഇംബാലൻസ്, ബൈ സൈഡ് ഇന്നെഫിഷ്യൻസി എന്നാണ്. അപ്പം സെൽ സൈഡിൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് മെഡിക്കേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടേ ബൈ സൈഡിലേക്ക് പോകത്തുള്ളൂ.
അപ്പോൾ നമ്മുടെ സെൽ സൈഡിലുണ്ടായിരുന്ന ഇംബാലൻസ് ആണ് നമ്മളുടെ ഈ 4 hour FEG എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ ഒരു 4 hour FEG ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 4 hour FEG ജസ്റ്റ് FEG എന്നാക്കിയിട്ട് നമ്മൾ 5 മിനിറ്റ് പോന്നു. അപ്പം 4 hour FEG മെഡിക്കേറ്റ് ചെയ്തിട്ട് 4 hour FEG മെഡിക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ FEG ഇതാണ്. ഓക്കെ, 4 hour FEG മെഡിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫുള്ള് സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എല്ലാം എടുത്തു. 4 hour FEG മെഡിക്കേറ്റ് ചെയ്തു. പിന്നീട് നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വിത്ത് FEG തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ FEG ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ടോപ്പ് സൈഡിൽ. അവിടെ വിത്ത് FEG ആണ് വന്നേക്കുന്നത്. അതെ, പക്ഷെ നമ്മൾ എന്താണ് നോക്കുന്നത്? നമ്മൾ നോക്കുന്നത് നമ്മളുടെ സെക്ഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നീട് ട്രേഡ് എടുക്കുകയുള്ളൂ. ഇത് ലഞ്ച് അവർ ആണല്ലേ, നമ്മൾ ട്രേഡ് എടുക്കില്ല. അപ്പം പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് നമ്മളെ പ്രീ ന്യൂയോർക്കിൽ സെയിം ട്രെൻഡ് തന്നെ കണ്ടിന്യൂവേഷനാണ്. കാരണം നമുക്കിനി താഴേക്ക് പോകേണ്ടതോ വേറെ ഫേക്ക് ട്രെൻഡ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ബ്രേക്ക് ഇൻ മാർക്കറ്റ് സ്ട്രക്ചർ ടോപ്പ് സൈഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ഇവിടെ FEG ക്രിയേറ്റ് ചെയ്തു. ആ FEG ആണ് നമ്മളുടെ 8:30 നമ്മൾ മെഡിക്കേറ്റ് ചെയ്തത്. ഓക്കെ, ജസ്റ്റ് മെഡിക്കേഷൻ FEG. ഈ സാധനം നമ്മൾ 8 അല്ല 9 നമ്മുടെ ന്യൂസ് ഉണ്ടായിരുന്നു ഇന്ന് എന്തോ ഉണ്ട്. അപ്പം ന്യൂസ് മെഡിക്കേറ്റ് ചെയ്തു 9:45. അപ്പം ഇങ്ങനെയാണ് സംഭവം. നമ്മൾ ന്യൂയോർക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാലും ഏതൊരു സെക്ഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാലും ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ഉണ്ടാവും. ആ ലിക്വിഡിറ്റി ഗ്രാബാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഇംബാലൻസുകൾ അതൊക്കെ ഒരു ലിക്വിഡിറ്റി സാധനങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ മെഡിക്കേറ്റ് ചെയ്യണം. അതൊക്കെ കറക്റ്റ് ടൈമിന് ഫില്ല് ചെയ്താണ് പ്രൈസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇത് ഇത്രയായിരുന്നു. ഇത് വേണ്ട, പ്രൈസ് മൂവേ ചെയ്യുന്നില്ല. ഭയങ്കര കൺസൾട്ടേഷനാണ്. കാരണങ്ങളറിയാലോ, ഇത് എപ്പോഴും പറയേണ്ട കാര്യമില്ലെന്നറിയാം. അപ്പം ഇതാണ് കാരണം. ഇത് നമുക്ക് വേണമെങ്കിൽ 50 മിനിറ്റിലുണ്ടോ നോക്കാം. 50 മിനിറ്റിൽ നല്ലൊരു FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മെഡിക്കേഷനാണ് നൈസായിട്ട് നമുക്ക് കാണാവുന്നത്. 1 മിനിറ്റിൽ എന്താണ് സംഭവിച്ചത്? 1 മിനിറ്റിലൊക്കെ ഭയങ്കര ചോപ്പി മാർക്കറ്റാണ്. OB മെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ OB മെഡിക്കേറ്റ് ചെയ്തു. ഇങ്ങനെ ഭയങ്കര ചോപ്പയാണ്. സീനില്ല, നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എൻട്രി എടുക്കുന്നവർ എൻട്രി എടുക്കുക, 1 മിനിറ്റ് എൻട്രീസൊക്കെ നോക്കുന്നവർ. അപ്പോൾ ഇതിത്രയായിരുന്നു നമ്മളുടെ എല്ലാ ഇന്നത്തെ പരിപാടികൾ. സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എല്ലാം ഗ്രാബ് ചെയ്ത്. ഓക്കെ, അതും അടയാളപ്പെടുത്തിയേക്കാം. അപ്പം ഇതാണ് ഇന്നത്തെ പരിപാടി. അപ്പം ഇതാണ്. അപ്പം മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്താണ്, അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് വലുതാണ്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള ഓഡിയോസ് മുഴുവൻ കേട്ടിട്ട് എന്നോട് ഡൗട്ട് ചോദിക്കുക. എനിക്ക് ഇഷ്ടം പോലെ മെസ്സേജാണ് വരുന്നത്. അപ്പം നമ്മൾ എല്ലാത്തിനും ഒരേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം ഈ സാധനങ്ങളെല്ലാം ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതൊന്ന് കേട്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, പറഞ്ഞു തരുന്നുണ്ടെന്നും ഒരു കുഴപ്പമില്ല ബ്രോ. പക്ഷേ നിങ്ങളത് കേൾക്കാതെ ഒന്ന് പറയുമ്പോൾ എനിക്ക് അതൊരു ബാഡായിട്ട് തോന്നും. കാരണം നിങ്ങൾ ഭയങ്കര ക്യൂരിയസ് ആവണം. ക്യൂരിയസ് ആയാലേ നമ്മൾ കാര്യങ്ങൾ നേടുകയുള്ളൂ. അപ്പം ഈ സാധനങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ പറഞ്ഞേക്കുന്നതിനൊക്കെ ഒരു വാല്യൂ കൊടുക്കുക. ഓക്കെ, കേൾക്കുക. അതിനകത്തുനിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും 2-3 വട്ടം വാച്ച് ചെയ്യുമ്പോൾ. ഓക്കെ, എന്തൊരു കാര്യമാണെങ്കിലും നിങ്ങൾ 3-4 വട്ടമൊക്കെ അത് കണ്ടിന്യൂസ് വീണ്ടും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ തരികളായിട്ട് ഇങ്ങനെ തരും. അപ്പം ഒത്തിരി സ്ട്രെസ്ഫുൾ ആകാണ്ടിരിക്കുക, കാര്യങ്ങളൊക്കെ പെയ്യെ പഠിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ കാര്യം പറയാനുള്ളത്. അപ്പം see you in next video.